sheep. ആ പാട്ട് ചേച്ചിയുടെ പാട്ട് കേട്ടി കഴിക്കുക. 3 bag full. കഴിക്കണ. 1 for the master, 1 for the day. Red, orange, yellow. തിരക്കുള്ള ദിവസമായിരുന്നു. ശരിക്കും പഠിത്തം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണി ഒരു കുറച്ച് നേരം വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ലാസ്റ്റ് തീരാറായിട്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. ഇറങ്ങാൻ നേരം ആകുമ്പോഴേക്കുവേ എന്നിട്ടൊരു 15 മിനിറ്റോളം ഓൾമോസ്റ്റ് ലേറ്റായി. നമ്മുടെ സാമ്രാജ്യത്തിന്റെ താക്കോല് ഞാൻ അംഗീകരിപ്പിക്കുന്നു. അത് ഭദ്രമായിട്ട് പുലർത്തുന്നു. അത് കഴിഞ്ഞ ശേഷം നാളെ വീണ്ടും തിരിച്ചേൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു തരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വരെ, ഞായറാഴ്ച വരെ, അതായത് നാളെ വരെ ഫുള്ള് തിരക്കാണ് അല്ലേ? ഇപ്പം ഞാൻ പിള്ളേർക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. രാവിലത്തെ കൊടുത്തു, ഉച്ചയ്ക്കത് കൊടുത്തു. എനിക്ക് വൈകിട്ടത്തേക്ക് കുറച്ച് ഫുഡ് മക്കോണിൻ്റെ അകത്തേക്ക് അതിരിപ്പുണ്ട്. ഉച്ച കഴിച്ച് കുഴപ്പമില്ല. ഒന്ന് ഉറങ്ങുന്ന സമയമാണ്. ഇനി ചോർക്ക ശരിയായില്ല. നമ്മളിപ്പോൾ ഈയിടെയായിട്ട് അത്യാവശ്യം കുറച്ച് നാളായിട്ട് ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട്. അത് ഭർത്താവായി ഞാൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താറില്ല. ചില കാര്യങ്ങൾ ചില ക്ലിപ്പുകൾ എടുക്കും. അതുപോലെ ചിക്കു ചെയ്യുന്ന കാര്യങ്ങളാണ് തന്നെ ചില ക്ലിപ്പുകൾ എടുക്കും. അതായത് നമ്മൾ ലൈഫിൽ നമ്മുടെ എന്താ ചെയ്യണ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലിപ്പുകളാണ്. അപ്പം എല്ലാവരും ചെയ്യണത് അപ്പടി അങ്ങനെ കാണിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യണതിന്റെ ഇടയിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഇടുന്നു. അതിൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ആരും. കാരണം ജഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ അത് റിയൽ ആയിരിക്കണം എന്നില്ല അല്ലേ? അതായത് നമ്മുടെയൊക്കെ ലൈഫില് അതായത് ഷോർട്ട് ആയിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്, അയ്യോ ഇത് കാണിച്ചു ഇത് ചെയ്തെന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പോലെ എടുത്തിട്ട് ആൻസർ കൊടുക്കണം. അപ്പൊ അത് നമ്മുടെ ഒരു രീതി അല്ലാണ്ടായി പോകും. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഒരു നമ്മുടെ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ നോർമൽ ലൈഫിൽ, അതായത് നമ്മുടെ ഫാമിലിയിൽ നടന്നു പോകുന്ന ചില സംഭവങ്ങൾ അങ്ങ് എടുത്തു പോകുന്നു. ചിലപ്പോൾ തോന്നും നിർത്തി എടുക്കണമെന്ന് തോന്നും. ചില ദിവസങ്ങളിൽ വീഡിയോ ചെയ്യേണ്ടതെന്ന് തോന്നും. പിന്നെ വീഡിയോ ചെയ്യേണ്ടിരിക്കുമെങ്കിൽ പിന്നെ നമുക്കൊട്ടും ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഉള്ള നിസ്സാര സംഭവങ്ങൾ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ അപൂർവം ചില സമയങ്ങളിലായിരിക്കാം നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബോറിംഗ് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോട്ടെ. കാണേണ്ട ആവശ്യമില്ല, ഓപ്പൺ ചെയ്യേണ്ട പോലെ ആവശ്യമില്ല. നമ്മൾ ചുമ്മാ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഒരു ഡെയിലി ലൈഫിലെ ചില പാർട്സ് എടുത്തിടുന്നു, അത്രയുള്ള. അതായത് നോർമലായിട്ട്, അതായത് നമ്മൾ വലിയ വീഡിയോ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. നോർമൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ഷോർട്സ് ചെയ്യാൻ നമുക്ക് ഒത്തിരി പ്രിപ്പറേഷൻ വേണം. കാരണം അതായത് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. അത് അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് അങ്ങനെ സമയം ചെലവഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കാണാം നമ്മുടെ ആ ലൈഫിലെ ആ പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം നടന്നത് നമ്മൾക്ക് തന്നെ അത് റോ ആയിട്ട് കിടക്കുമല്ലോ. നമുക്ക് തന്നെ കാണുമ്പോൾ മുഴുവൻ അങ്ങ് ഓർമ്മയിൽ വരും. പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ ചെയ്യണം നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒത്തിരി പേര് ചോദിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുന്നില്ല, ഒട്ടും ടൈം കിട്ടുന്നില്ല. ഇത് തന്നെ വലിയ വീഡിയോ ചെയ്യാൻ പിന്നെ ടൈമില്ല. നമ്മൾ എടുക്കുന്ന ചുമ്മാ ക്ലിപ്പ് അത് ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആയിരിക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 80 വർഷത്തെ വീഡിയോ ആണ് ഇപ്പോൾ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നടക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒരു രസമാണ്, അതുകൊണ്ട് ചെയ്യുന്നു. അപ്പം താല്പര്യമില്ലാത്തവരെ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക, നോക്കണ്ട. അതെ, നമ്മളെ നേരത്തെ ഇപ്പൊ പുറത്ത് പോകുമ്പോൾ റേസിസം അല്ലെ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടുതൽ കേട്ടു. ഇപ്പൊ ഓസ്ട്രേലിയ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ട് അങ്ങനെ പണ്ടൊക്കെ, അങ്ങനെ ഒരേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫിൻലൻഡിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ലു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആദ്യമേ ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. ഒരാളിങ്ങനെ ഫോറിനർ നടന്നു കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം വലിയൊരു സിറ്റിയിൽ. ഇപ്പം ആണ് അതിനെക്കുറിച്ച് ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് വന്നേക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് പോലെ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ മോട്ടോ ഒരു ദിവസം ഒരു ഫോറിനറിനെങ്കിലും കുത്തുക അല്ലെങ്കിൽ കൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും അവരുടെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവരുടെ മോട്ടോ എന്നുള്ള രീതിയിൽ. അതായത് ഫിൻലൻഡിലെ ഒരു വലിയ അത്യാവശ്യം വലിയ സിറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. സ്ഥലത്ത് അങ്ങനെയുണ്ടെന്ന് ന്യൂസ് വന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ന അങ്ങനെയൊന്നുമില്ല, ഫോറിനർ ആയിരിക്കണം, ഇവരുടെ ഇതിലല്ലാത്ത ആൾക്കാരായിരിക്കണം എന്നുള്ളത്. അത് യങ് ആയിട്ടുള്ളവരാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാർ. അപ്പോൾ അതുകൂടെ കേട്ട് കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഇവരുടെ ഒരു കൾച്ചർ വെച്ച് ഭയങ്കര ഒത്തിരി നല്ല മനുഷ്യരാണ് ഇവർ. അപ്പോൾ അവരിലൊക്കെ അത്രയും വെറുപ്പ് കയറാൻ പാകത്തിന് വന്നെന്നുണ്ടെങ്കിൽ അതും ഒരാളല്ല ഒരു ഗ്രൂപ്പായിട്ടൊക്കെ
ടീമൊക്കെ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് പിടിച്ചു അവരെ. എന്നാലും അങ്ങനെ അവരുടെ പ്ലാനിലൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊഴിലില്ലായ്മ ഇപ്പൊ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ 12% ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തുകാർക്ക് വരെ ഒരുപക്ഷെ ജോലി കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് ഫോറിനേഴ്സ് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പം അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ അവസരങ്ങൾ പോകുന്നത് കൊണ്ടായിരിക്കാം എന്തോ കൂടി വരുവാണേ. പിന്നെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ തിരിക്കുമായിരുന്നു. ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യൻസ്, ഫിലിപ്പിനോസ്, അങ്ങനെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തുകാർ ഫോറിനേഴ്സ് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. കാലഘട്ടത്തിന്റെ ഒരു മാറ്റം അല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പേപ്പറിൽ ന്യൂസ് ആയിരുന്നു. പിന്നെ ഇൻ കേസ് ഫോറിനേഴ്സൊക്കെ എന്തെങ്കിലും കാരണവശാൽ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓരോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടാവും ഏരിയയിലുള്ള. അതിനകത്തേക്ക് അവർ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അതിൻ്റെ താഴെയുള്ള കമൻ്റൊക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് എവിടെയായാലും ഫോറിനേഴ്സ് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ഒതുങ്ങി ഫോഴ്സ്ഫുള്ളി ഇപ്പൊ ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുകയല്ല. തോന്നുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ, അതായത് നമ്മൾ നിയമം മാത്രം നോക്കിയാൽ പോരാന്നുള്ള അവസ്ഥയാണ്. അത് വേറെ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അവരുടെ കൾച്ചറുമായിട്ട് സഹകരിക്കുക കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ എന്താ പറയാ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യണ പോലത്തെ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അല്ലേ അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ലല്ലോ. ഈവൻ ഇവിടുത്തുകാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ സമാധാനത്തോടെ കിടക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ബുക്കൊക്കെ വായിച്ച് കിടക്കും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. അവർ ഗ്രൂപ്പായിട്ട് ഭയങ്കര വർത്തമാനവും ഭയങ്കര സൗണ്ടൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവിടുത്തുകാർ എണീറ്റ് പോകുന്ന സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വരുന്ന നമ്മൾ അവിടെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ അതിനോട് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളും അതേപോലെ ശാന്തരായിട്ട് പോവുക. കഴിയുന്നുണ്ടെങ്കിൽ ഫാമിലി മാത്രമായിട്ട് പോവുക. വലിയ ഗ്രൂപ്പായിട്ടൊക്കെ പൊതുവായിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും സൗണ്ട് പൊതുവെ കൂടുമല്ലോ. നമ്മൾ ആ ഓളത്തിനനുസരിച്ച് നോയ്സ് അങ്ങനെ ഉണ്ടാക്കുകയല്ല ഇവിടുത്തെ ആളുകള്. ഭയങ്കര ലൗഡായിട്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു എൻജോയ് ചെയ്യും. പക്ഷെ എന്നാലും ഒരു ലിമിറ്റിലൊക്കെ നെയ്ബേഴ്സിനെ അല്ലെങ്കിൽ നേച്ചറിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഇവരുടെ ഒരു കൾച്ചർ. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളങ്ങ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് കുഴപ്പമുണ്ടാവില്ല, കുറച്ച് പേർക്ക് കുഴപ്പമുണ്ടാവും. കുഴപ്പമുള്ളവർ നേരിട്ട് പറയണമെന്നില്ല. അതിങ്ങനെ കിടന്ന് വീട്ടിൽ പറഞ്ഞ് സ്വന്തക്കാരുടെ അടുത്ത് പറഞ്ഞ് തലമുറയ്ക്ക് പാസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും വെറുപ്പ് കൂടി വരുന്നത്. പരിചയമില്ലാത്ത കൾച്ചർ കണ്ട് കൾച്ചർ ഷോക്കിൽ നിന്നുണ്ടാകുന്ന വെറുപ്പാകാം, നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ അതിപ്പോ ഇവിടെ മാത്രമല്ല കേട്ടോ, യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിൽ ഈ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച്. അതായത് ഇവിടെ ഈ കുറച്ച് നാളുകളായുള്ളൂ കുറച്ചും കൂടെ ഫോറിനേഴ്സ് ഒക്കെ. ഇപ്പൊ ഇവർ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ആയി വരുന്നല്ലോ. അതിന്റെ ഒരു കുഴപ്പമാണ്. കുഴപ്പമില്ല, നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. നമ്മൾ അന്യനാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്റ്റോടുകൂടി ജീവിക്കാൻ വലിയ കുഴപ്പമില്ല. അങ്ങനെ ചുക്കുവിനെ പറഞ്ഞു വിടുന്നു, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പം ശരി ഡാ, ഓക്കെ. എല്ലാ കരച്ചിലും ഒന്നുകൂടെ കരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുള്ളിക്ക് അറിയാം. അതായത് ഈ വേദനയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കരച്ചിൽ വരുമല്ലോ. ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് അന്നേരമാണ് എല്ലാവരുടെ അറ്റൻഷൻ പുള്ളിക്ക് കിട്ടുന്നത്. അത് പുള്ളിക്ക് അറിയാം. പക്ഷെ ആ കരച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പുള്ളിക്ക് അറിയില്ല. എടാ ഒന്ന് കരഞ്ഞേടാ, നീ കരഞ്ഞേടാ സുക്കുട്ടി. എങ്ങനെയാണത്? ആയിപ്പോയി. 1 2 മതി 2 തിന്നിട്ട് മതി. അപ്പൊ വായിൽ വെച്ചിട്ട് കൈ ഒന്നുകൂടെ കാണിക്കുക. 2 കൈ കൂടെ നീട്ടു. എല്ലാ ദിവസവും വന്ന് ഹാജർ വെക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.